സഹീറും നൈലയും പ്രണയിച്ചു തുടങ്ങിയത് അവരുടെ കോളേജ് ഇലക്ഷൻ കാലത്താണ്. നൈല ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റും സഹീർ സോഷ്യൽ വർക്കിൽ PG ചെയ്യുന്ന ആളുമായിരുന്നു. അവരുടെ പ്രണയം വെറും വാക്കുകളിലല്ലായിരുന്നു, പരസ്പരമുള്ള ബഹുമാനത്തിലും കെയറിങ്ങിലുമായിരുന്നു. നൈലയുടെ ഉപ്പ ഗൾഫിലായിരുന്നു. ഒരുപാട് ആലോചനകൾ വന്നപ്പോഴും നൈല ഉറച്ചു നിന്നു തനിക്ക് സഹീറിനെ മതിയെന്ന്. ഒടുവിൽ സഹീറിനൊരു നല്ല ജോലി കിട്ടിയതോടെ ഇരു വീട്ടുകാരും സമ്മതിച്ചു. അവരുടെ നിക്കാഹ് ഉറപ്പിച്ചു. മൈലാഞ്ചി അണിഞ്ഞ കൈകളുമായി നൈല തൻ്റെ വിവാഹ സ്വപ്നങ്ങളിൽ മുഴുകി. വിവാഹത്തിന് തലേ ദിവസം രാത്രി സഹീർ അവൾക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. നൈലു, നാളെ മുതൽ നമ്മൾ ഒന്നാണ്, ഇൻഷാ അല്ലാ. സ്വർഗം വരെ എനിക്ക് നിന്റെ കൂടെ ഉണ്ടാവണം. നിന്നെ കാണാൻ എനിക്ക് കാത്തിരിക്കാൻ വയ്യ. നിക്കാഹ് ദിവസം പള്ളിയിൽ എല്ലാവരും ഒത്തുകൂടി. പുത്തൻ വസ്ത്രമണിഞ്ഞ് സുഗന്ധം പൂശി സഹീർ തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ പള്ളിയിലേക്ക് തിരിച്ചു. പള്ളിയിലെ മൈക്കിലൂടെ ഖത്തീബ് കുത്തുബ ഓതാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആ വാർത്ത എത്തിയത്. സഹീർ സഞ്ചരിച്ച കാർ വലിയൊരു അപകടത്തിൽപ്പെട്ടു. നൈല കല്യാണ വസ്ത്രത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോഴാണ് ഉപ്പയുടെ ഫോണിലേക്ക് ആ വിളി വന്നത്. സഹീർ പോയി. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപേ അവൻ യാത്രയായി. നിശബ്ദമായിരുന്ന ആ വീട്ടിൽ പിന്നെ നിലവിളികൾ ഉയർന്നു. പക്ഷേ നൈല മാത്രം കരഞ്ഞില്ല. അവൾ ആ വോയിസ് മെസ്സേജ് വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നു. അവളുടെ കൈകളിലെ മൈലാഞ്ചി ചുവപ്പ് മാഞ്ഞിരുന്നില്ല. മയ്യത്ത് കാണാൻ അവളെ കൊണ്ടുപോയപ്പോൾ വെള്ള പുതിച്ച സഹീറിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പതിയെ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ സഹീറേ. ഈ ദുനിയാവിൽ നമുക്കൊരുമിച്ച് ജീവിക്കാൻ വിധിയില്ലായിരിക്കും. പക്ഷേ നീ ചോദിച്ചതുപോലെ ഇൻഷാ അല്ലാ സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണാം. അവിടെ ആരും നമ്മളെ പിരിക്കില്ല. വർഷങ്ങൾക്കിപ്പുറവും നൈല ഒരു ഡോക്ടറായി സേവനം അവൾ വിവാഹം കഴിച്ചില്ല. സഹീർ നൽകിയ ആ വോയിസ് മെസ്സേജും അവൻ്റെ ഓർമ്മകളും മാത്രം മതി അവൾക്ക് ബാക്കി ജീവിതം ജീവിച്ചു തീർക്കാൻ. പ്രണയം മണ്ണിൽ അവസാനിക്കുന്ന ഒന്നല്ല എന്ന് അവൾ ലോകത്തോട് പറയാതെ പറയുന്നൊരു